നമുക്ക് ഫണ്ടമെന്റൽ അനാലിസിസിലെ 2 വകഭേദങ്ങൾ കൂടി അറിയാനുണ്ട്. കൂടാതെ അവ എന്തിന്, എങ്ങനെ ഉപയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആദ്യം ഈ 2 ടൈപ്പുകൾ ഏതാണെന്ന് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും ക്വാളിറ്റേറ്റീവ് അനാലിസിസുമാണ് ഇവ. പേരുകൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒന്ന് അക്കങ്ങൾ കൊണ്ടും മറ്റൊന്ന് ക്വാളിറ്റിയെക്കുറിച്ചുള്ള വിശകലനവുമാണ്. ഈ വീഡിയോയിൽ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ് വരുന്നത്. ഈ അനാലിസിസിൽ അക്കങ്ങൾ, കണക്കുകൾ, അനുപാതങ്ങൾ അല്ലെങ്കിൽ സൂത്രവാക്യങ്ങൾ ഉപയോഗിച്ചുള്ള വിശകലനമാണ് വരുന്നത്. ഈ രീതിയിലുള്ള വിശകലനങ്ങൾക്ക് മുഖ്യമായും ആശ്രയിക്കുന്നത് കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെയാണ്. ഇതിൽ പരിശോധിക്കുന്ന കാര്യങ്ങൾ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ തുടങ്ങിയവയാണ്. ബാലൻസ് ഷീറ്റിൽ വരുന്ന കാര്യങ്ങൾ കമ്പനിയുടെ മൊത്തം ആസ്തി, ബാധ്യതകൾ, ഓഹരികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തുടങ്ങിയവയാണ്. ഇൻകം സ്റ്റേറ്റ്മെന്റിൽ വരുന്നത് കമ്പനിയുടെ വരവ് ചെലവ് കണക്കുകൾ, പ്രത്യേക കാലയളവിലെ ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ലാഭം തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ വിവരങ്ങളെല്ലാം കമ്പനികളുടെ Q1, Q2, Q3 ആൻഡ് Q4 റിസൾട്ടുകളിലൂടെ എല്ലാ 3 മാസം കൂടുമ്പോഴും പുറത്തുവിടാറുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ ഇനി നോക്കുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുകളാണ്. ഇതിൽ പ്രധാനമായും നോക്കുന്നത് നിക്ഷേപങ്ങളിൽ നിന്നും കമ്പനിക്കുണ്ടാകുന്ന വരുമാനം, അതായത് ആസ്തികളിൽ നിക്ഷേപിക്കുന്നതിന് ഉപയോഗിക്കുന്ന പണം, അതുപോലെ മറ്റു ബിസിനസ്സുകൾ, ഉപകരണങ്ങൾ അല്ലെങ്കിൽ ദീർഘകാല ആസ്തികൾ എന്നിവയുടെ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം, അതുപോലെ തന്നെ കമ്പനികളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഫണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് വായ്പ എടുക്കുന്നതിൻ്റെ വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതിനെയെല്ലാം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ചില റേഷ്യോകൾ അഥവാ ചില മെട്രിക്കുകൾ ഉപയോഗിക്കുന്നു. ഇവയിൽ മുഖ്യമായും ഉപയോഗിക്കുന്നവ ഏതെല്ലാമാണെന്ന് നോക്കാം. റവന്യൂ ഗ്രോത്ത് വരുമാന വളർച്ചയെ സൂചിപ്പിക്കുന്നു. പ്രോഫിറ്റ് ഗ്രോത്ത് ലാഭ വളർച്ചയെയും കാണിക്കുന്നു. ഇവ രണ്ടും 15% കൂടുതലുള്ള കമ്പനികളാണ് നിക്ഷേപത്തിന് ഉചിതം. എപ്പോഴും ചുരുങ്ങിയത് കഴിഞ്ഞ 5 വർഷത്തെയെങ്കിലും ഡാറ്റ എടുത്ത് പരിശോധിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായി EPS അഥവാ ഏർണിംഗ് പെർ ഷെയർ ആണ് വരുന്നത്. ഒരു ഓഹരിയുടെ വരുമാനം അല്ലെങ്കിൽ EPS ഒരു പ്രധാന സാമ്പത്തിക അളവുകോലാണ്. ഇത് ഒരു കമ്പനിയുടെ ലാഭക്ഷമതയെ സൂചിപ്പിക്കുന്നു. കമ്പനിയുടെ അറ്റ വരുമാനത്തെ അതിൻ്റെ മൊത്തം ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയറുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാണ് ഇത് കണക്കാക്കുന്നത്. ഒരു കമ്പനിയുടെ ഓഹരികൾ വാങ്ങുന്നതിന് മുൻപ് അതിൻ്റെ ലാഭക്ഷമത അളക്കാൻ നിക്ഷേപകർ പതിവായി ഉപയോഗിക്കുന്ന ഒരു മെട്രിക് ആണിത്. എപ്പോഴും EPS ഗ്രോത്ത് റേറ്റ് പെർസെൻറ്റേജ് കൂടി പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി PE റേഷ്യോ അല്ലെങ്കിൽ PER എന്നും അറിയപ്പെടുന്ന വില വരുമാന അനുപാതമാണ്. ഇത് കമ്പനിയുടെ ഓഹരിയുടെ വിലയുടെ അനുപാതമാണ്. കമ്പനിയുടെ മൂല്യനിർണ്ണയത്തിനും അവയുടെ മൂല്യം കൂടുതലാണോ കുറവാണോ എന്ന് കണ്ടെത്തുന്നതിനും ഈ അനുപാതം ഉപയോഗിക്കുന്നു. ഒരു കമ്പനിയുടെ PE അതേ കമ്പനി ഉൾപ്പെടുന്ന ഇൻഡസ്ട്രി PEയേക്കാൾ കുറവാണെങ്കിൽ ആ ഓഹരി മൂല്യം കുറഞ്ഞതാണെന്ന് മനസ്സിലാക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ കമ്പനികളും ഈ കാര്യത്തിൽ കൃത്യത കാണിക്കണമെന്നില്ല എന്നതാണ്. ഉദാഹരണത്തിന് FMCG പോലുള്ള പല സെക്ടറുകളിലും ഇവ പ്രായോഗികമല്ല. ഓഹരിയുടെ മൂല്യം അളക്കുന്നതിനുള്ള പല ടൂളുകളിൽ ഒന്ന് മാത്രമാണ് പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു റേഷ്യോ ആണ് വരുന്നത്. കമ്പനിയുടെ കടബാധ്യതകളെ സൂചിപ്പിക്കുന്ന ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണിത്. എപ്പോഴും ഡെറ്റ് ഇക്വിറ്റി 1-ൽ താഴെ നിൽക്കുന്നവ മാത്രം നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും. അടുത്തത് കറന്റ് റേഷ്യോ ആണ് വരുന്നത്. ഒരു കമ്പനിക്ക് അതിൻ്റെ ഹ്രസ്വകാല ബാധ്യതകൾ നിറവേറ്റാൻ ആവശ്യമായ വിഭവങ്ങളുണ്ടോ എന്നളക്കുന്ന ലിക്വിഡിറ്റി അനുപാതമാണ് കറന്റ് റേഷ്യോ. ഇത് എപ്പോഴും കൂടുതലുള്ളതാണ് നിക്ഷേപത്തിന് അനുയോജ്യം. 3 മുതൽ 5 വരെയുള്ളവയെ മികച്ച കമ്പനികളായാണ് വിലയിരുത്തുന്നത്. അടുത്തതായി വരുന്നത് ക്വിക്ക് റേഷ്യോ ആണ്. അടിസ്ഥാനപരമായി ഒരു കമ്പനിക്ക് അതിൻ്റെ നിലവിലെ ബാധ്യതകളും വരാനിരിക്കുന്ന കടങ്ങളും നികത്താൻ ആവശ്യമായ ലിക്വിഡ് ആസ്തികൾ അഥവാ എളുപ്പത്തിൽ പണമാക്കി മാറ്റാനുള്ള ആസ്തികൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ഈ അനുപാതം ശ്രമിക്കുന്നു. പൊതുവായി പറഞ്ഞാൽ ഒരു നല്ല ദ്രുത അനുപാതം അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോ 1 അല്ലെങ്കിൽ 1:1 മുകളിലുള്ളതാണ്. അടുത്തതായി വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഒരു ഫോർമുലയെ കൂടി പരിചയപ്പെടുത്താം. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അഥവാ ROCE ആണ് ഈ ടൂൾ. കമ്പനിയുടെ ലാഭക്ഷമതയും മൂലധന കാര്യക്ഷമതയും വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഒരു സാമ്പത്തിക അനുപാതത്തെയാണ് ROCE എന്ന പദം സൂചിപ്പിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു കമ്പനി
അതിൻ്റെ മൂലധനത്തിൽ നിന്ന് എത്ര നന്നായി ലാഭമുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ അനുപാതം സഹായിക്കും. ROCE കുറിച്ച് മാത്രം ഒരു വീഡിയോ ചെയ്യാനുള്ള മാറ്റമുള്ളതിനാൽ ഇത് മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായി വിവരിക്കാം. നിക്ഷേപത്തിനായി കമ്പനികൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ROCE കൂടുതലുള്ളവ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ചുരുങ്ങിയത് 20% കൂടുതൽ ROCE ഉള്ള കമ്പനികൾ മികച്ചവയായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നിരുന്നാലും ഇവയും PE റേഷ്യോകളെ പോലെ വ്യത്യസ്ത സെക്ടറുകൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. മറ്റൊന്ന്, ഈ പറഞ്ഞ ടൂളുകളിലൊന്നും നിക്ഷേപത്തിൻ്റെ അവസാന വാക്കല്ല എന്ന് മനസ്സിലാക്കുക. ലഭ്യമായ ഒരുപാട് മെട്രിക്കുകളിൽ ചിലത് മാത്രമാണ് ഇവ. ഓരോ നിക്ഷേപകരും പലതരത്തിലുള്ള വിശകലനങ്ങളാണ് പിന്തുടരുന്നത്. ഇതിൽ നിന്നും അവരവർക്ക് അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് ഗവേഷണങ്ങൾക്ക് മുതിരാവുന്നതാണ്. ഇനി ഈ പറഞ്ഞ ഡേറ്റകളെല്ലാം എവിടെ നിന്നും എളുപ്പത്തിൽ വായിച്ചെടുക്കാമെന്നും അതിന് ഉപകാരപ്രദമായ ചില വെബ്സൈറ്റുകളെയും പരിചയപ്പെടാം. ഇപ്പോൾ വിവരിച്ച എല്ലാ ഡേറ്റകളും അതാത് കമ്പനികളുടെ വെബ്സൈറ്റുകളിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് എന്ന ടൈറ്റിലിൽ ലഭ്യമാണ്. ഇത് കൂടാതെ ഇതെല്ലാം ലഭ്യമായ ചില വെബ്സൈറ്റുകൾ ഇവയാണ്: screener.in, moneycontrol.com, tickertape, trendline.com, stockedge.com, marketmojo.com തുടങ്ങിയവ ഇവയിൽ ചിലതാണ്. ഇവയ്ക്കെല്ലാം ആപ്പുകളും പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അടുത്ത വീഡിയോയിൽ ഫണ്ടമെൻ്റൽ അനാലിസിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ ക്വാളിറ്റേറ്റീവ് അനാലിസിസിനെ കുറിച്ച് വ്യക്തമാക്കാം. ഇത്തരം ഉപകാരപ്രദമായ അറിവുകൾ നേടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും തന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്